ചോദിക്കുന്നുണ്ട്. ഇത് വേറൊരു ഉത്തരവാദിത്വമാണെന്നും ഇതിന് വളരെയധികം സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഞാൻ ഇവിടെ തന്നെ കാണണമെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അതൊക്കെ തൽക്കാലം പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം സാധാരണ സിനിമ നടന്മാർ ഇറങ്ങുമ്പോൾ കേൾക്കുന്ന ഒരു പരാതി കൂടിയാണ് അത്. ഇപ്പൊ മുകേഷ് ചേട്ടനാണെങ്കിൽ ഇന്നസെന്റ് ചേട്ടനാണെങ്കിൽ ആദ്യം കേട്ടിട്ടുള്ള ഒരു പരാതി അതായിരുന്നു, മണ്ഡലങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അത്രയും ആക്റ്റീവായി സിനിമയിൽ ഉള്ള ഒരാളല്ല. നിങ്ങൾ എത്ര സിനിമയാണ്, ഞാൻ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഉള്ള പോലെ തോന്നുന്നതാണ് നിങ്ങൾക്ക്. സിനിമയ്ക്ക് വേണ്ടി ഒരു 30 ദിവസം മാറ്റി വെക്കുന്നത് പോലെയുള്ള കാര്യങ്ങളില്ല. അതൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ഫോട്ടോ കണ്ടിരുന്നു, ശരിക്കും ലാലേട്ടൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ക്യാപ്ഷനിലും മോനെ ജയിച്ചുവാന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രഖ്യാപനം കഴിഞ്ഞ് അദ്ദേഹത്തിനെ കണ്ടിരുന്നു. ഞാൻ എൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ തൽക്കാലം ഒരു ചെറിയ അവധി എടുക്കുന്നത് പോലെ. ഇല്ല, ഒരു ഞെട്ടേണ്ട വാർത്തയൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്യാൻ പോവാന്നൊക്കെ കേട്ടാലല്ലേ ഒരു ഞെട്ടേണ്ട കാര്യമുള്ളൂ. ഇപ്പം പലരും എന്നോട് പറഞ്ഞു, ഇവിടെ അവരുടെ പ്രചരണം നിങ്ങൾക്ക് മുമ്പേ തുടങ്ങി, അതൊരു ദോഷമാവില്ലേ എന്ന്. അവരുടെ പ്രചരണമല്ലേ നേരത്തെ തുടങ്ങിയുള്ളൂ. നമ്മൾ 10 വർഷം മുമ്പേ തൊട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രചരണവും പ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ 10-15 വർഷത്തെ പ്രവർത്തനം കണ്ട ഒരിടത്ത് 15 ദിവസത്തെ പ്രചരണം കൊണ്ടൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പങ്ങളുമില്ല. എല്ലാ സ്ഥലങ്ങളും മാക്സിമം നമ്മുടെ ലിമിറ്റഡ് ടൈം കൊണ്ട് മാക്സിമം ഏരിയ കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഒക്കെ സജീവമായി വന്ന ഒരാളായിരുന്നു. എന്തുകൊണ്ടാണ് പാലക്കാട് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? പാലക്കാട് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തത് ലീഡർഷിപ്പ്, നേതൃത്വം പറഞ്ഞ തീരുമാനമാണ്. ഞാനല്ലല്ലോ ഞാൻ എന്റെ അടുത്ത് മത്സരിക്കാന്നുള്ളത് തീരുമാനിക്കുന്നത്. അവർ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഞാനൊരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിന് മുമ്പ് പറഞ്ഞിരുന്നു, എനിക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാം ഞാൻ പ്രചരണത്തിനിറങ്ങും, പ്രവർത്തനത്തിനിറങ്ങും. വലിയൊരു മാറ്റം ഒരു സംസ്ഥാനം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മളൊരു കഴിഞ്ഞ കുറച്ച് നാളെ 10 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അവിടെ നമ്മുടെ മാനുഷിക മൂല്യങ്ങൾക്ക് വല്ലാതെ ഒരു താഴ്ച സംഭവിക്കുന്നു. വലിയ ക്രൈമുകൾ കൂടുന്നു, ലഹരി വളരെയധികം കൂടുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ ഇമ്മീഡിയറ്റ് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ആ മാറ്റത്തിന് വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന വിധം എല്ലായിടത്തും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞത്. അത് കേട്ടിങ്ങോട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ പ്രചോദനമായ ഒരു നേതാവ് ആരായിരിക്കും? പിഷാരടി ഇറങ്ങ്, നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു പ്രചോദനമായ ഒരു നേതാവ്. ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ മറ്റൊരു പേരില്ലാതെ പറഞ്ഞിരുന്നു അവിടെ നിന്നാണ് ഞാൻ വാർത്തകളിലൂടെയും അവരുടെ വിളികളിലൂടെയും അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരാളല്ല, ഇതിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഏകകണ്ഠമായ അഭിപ്രായമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ സിനിമ മാറ്റിവെച്ചാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്? സിനിമ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ടോ? അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് വേറൊരു ഉത്തരവാദിത്വമാണെന്നും ഇതിന് വളരെയധികം സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഞാൻ ഇവിടെ തന്നെ കാണണമെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അതൊക്കെ തൽക്കാലം പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം സാധാരണ സിനിമ നടന്മാർ ഇറങ്ങുമ്പോൾ കേൾക്കുന്ന ഒരു പരാതി കൂടിയാണ് അത്. ഇപ്പൊ മുകേഷ് ചേട്ടനാണെങ്കിൽ ഇന്നസെന്റ് ചേട്ടനാണെങ്കിൽ ആദ്യം കേട്ടിട്ടുള്ള ഒരു പരാതി അതായിരുന്നു, മണ്ഡലങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അത്രയും ആക്റ്റീവായി സിനിമയിൽ ഉള്ള ഒരാളല്ല. നിങ്ങൾ എത്ര സിനിമയാണ്, ഞാൻ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഉള്ള പോലെ തോന്നുന്നതാണ് നിങ്ങൾക്ക്. ഒരു മുകേഷ് ചേട്ടനെ പോലെ ഇന്നസെന്റ് ചേട്ടനെയൊക്കെ പോലെ അത്രയും ആക്റ്റീവ് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല ഞാൻ. സ്റ്റേജ് പ്രോഗ്രാമുകളും ടെലിവിഷൻ ഷോകളിലുമാണ് ഞാൻ കൂടുതലായിട്ടുള്ളത്. ടെലിവിഷൻ ഷോകൾക്ക് ഒരു ദിവസം കൊണ്ട് 8-10 എപ്പിസോഡ് എടുത്ത് മാറുന്ന പരിപാടികളാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു 30 ദിവസം മാറ്റി വെക്കുന്നത് പോലെയുള്ള കാര്യങ്ങളില്ല. അതൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പല തെരഞ്ഞെടുപ്പ് പരിപാടികളും പോകുമ്പോൾ രമേശേട്ടനെ കളിയാക്കിയവരുണ്ട്, നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. അവർക്കുള്ള മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകാൻ പോകുന്നത്? എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്നെ കളിയാക്കിയവരും അവരൊക്കെ ഉണ്ടാകുന്നില്ല. അത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ് കളിയാക്കുക എന്ന് പറയുന്നത്. മറ്റൊന്നും തന്നെ കാര്യമായി പറയാൻ കിട്ടുന്നില്ല എന്ന് വരുമ്പം നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൽ നിന്ന് ഉത്തരങ്ങളിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഫോക്കസ് മാറ്റിവിടുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു മതേതര സ്വഭാവമുള്ള ഈ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏറ്റവും യുക്തിസഹമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ള വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അവരെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ടോ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ടോ ഒന്നും അവരുടെ ഫോക്കസ് മാറ്റുക എന്ന് പറയുന്നത് സാധിക്കില്ല. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ സീനിയർ ആയിട്ടുള്ള ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനൊപ്പം ഒരു ഫോട്ടോ കണ്ടിരുന്നു, ശരിക്കും ലാലേട്ടൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ക്യാപ്ഷനിലും മോനെ ജയിച്ചുവാന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രഖ്യാപനം കഴിഞ്ഞ് അദ്ദേഹത്തിനെ കണ്ടിരുന്നു. ഞാൻ എൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ തൽക്കാലം ഒരു ചെറിയ അവധി എടുക്കുന്നത് പോലെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ പുതിയൊരിടത്ത് കയറുമ്പോൾ എല്ലായിടത്തെയും സീനിയർ, ഇവിടെയുള്ള വിജയരാഘവേട്ടൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളുടെ വീട്ടിൽ പോയി അനുഗ്രഹം മേടിക്കുന്നത് പോലെ തന്നെ അവരെ കണ്ട് മേടിക്കുന്നു. അവരും എത്രയോ വർഷങ്ങളായി നമ്മുടെ ഇവിടെ ഉള്ളവരും വലിയ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവരുമാണല്ലോ, അതുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരെ കാണുന്നു അല്ലെ അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറമുള്ളൊരു വലിയ രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്വം ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ നാടിനോട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്.
മമ്മൂക്കയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ മമ്മൂക്ക പറഞ്ഞു അല്ല അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് ചോദിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. കാരണം ഷാഫിക്ക് മെറിറ്റ് അവാർഡിന് വേണ്ടിയൊക്കെ അത് നോക്കുന്നുണ്ടായിരുന്നു. കൊണ്ടുവരാം, എന്നോട് കൊണ്ടുവരാം. അത് ഇവിടുത്തെ ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് സാധിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. അത് ഞാൻ ചെയ്യണ്ടേ അല്ലേ? ഈ മത്സരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ മമ്മൂക്ക ഞെട്ടിയോ? ഇല്ല, ഒരു ഞെട്ടേണ്ട വാർത്തയൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്യാൻ പോവാന്നൊക്കെ കേട്ടാലല്ലേ ഒരു ഞെട്ടേണ്ട കാര്യമുള്ളൂ. പിന്നെ ഞാനിതിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണെന്നും ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഇന്ന് വന്ന ആളല്ല. ഞാൻ 40ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് പോവുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോവുകയും ഉപതെരഞ്ഞെടുപ്പുകളിൽ വർക്ക് ചെയ്യാൻ പോവുകയും ഒക്കെ ചെയ്തിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇതിൻ്റെ അപ്പുറത്തുനിന്ന് നമുക്ക് 2 സ്ഥലങ്ങളും കേന്ദ്രവും കേരളവും ഇല്ലാത്ത സമയത്താണ് ഞാനിത് പറയുന്നത്. അതിൻ്റെ ഒരു അറ്റാക്ക്, അതിൻ്റെ ഭവിഷ്യത്തുകൾ അറിഞ്ഞു വെച്ച ശേഷം ഇത്രയും കരിയറിൻ്റെ പീക്ക് നിൽക്കുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് എത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം BJP ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് പാലക്കാട്. അത് എത്രത്തോളം നിഷ്പ്രഭമാക്കാൻ പറ്റും? അത് പ്രതീക്ഷ വെക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വാഭാവികമായ ഒരു അവകാശമാണ്. അത് പ്രതീക്ഷ വെക്കാവില്ല, അതിൽ തെറ്റൊന്നുമില്ല. അത് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പലരും എന്നോട് പറഞ്ഞു ഇവിടെ അവരുടെ പ്രചരണം നിങ്ങൾക്ക് മുമ്പേ തുടങ്ങി, അതൊരു ദോഷമാവില്ലെന്ന്. അവരുടെ പ്രചരണമല്ലേ നേരത്തെ തുടങ്ങിയുള്ളൂ. നമ്മൾ 10 വർഷം മുമ്പേ തൊട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രചരണവും പ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ 10-15 വർഷത്തെ പ്രവർത്തനം കണ്ട ഒരിടത്ത് 15 ദിവസത്തെ പ്രചരണം കൊണ്ടൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ പ്രചരണം കൊടുക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളായ കുഞ്ചാക്കോവും വരുമോ, മഞ്ജു വാര്യർ വരുമോ, അങ്ങനെ പല ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും താരങ്ങൾ പ്രചരണം? ഞാൻ അതിനെ ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം അത് നമ്മുടെ അങ്ങനെ ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ചിലപ്പോൾ അവരിതിൻ്റെ പേരിൽ പലതരത്തിൽപ്പെട്ട നമ്മുടെ സൈബർ ഇടങ്ങളിലേക്ക് ഒരു അവസ്ഥ അറിയില്ല. അവരെൻ്റെ പേരിലൊരു ചീത്ത കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഒരിക്കലും നിർബന്ധിക്കുകയില്ല. അഖിൽ മലർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, രമേശ് പിഷാരടി എന്തെങ്കിലും ജനവിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ, അങ്ങനെ വന്ന ഒരാളാണോ എന്നൊരു ചോദ്യം ഞാൻ കേട്ടില്ല. എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിനൊക്കെ അനാവശ്യമായ ഉത്തരങ്ങൾ പറയാതിരിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. അതൊക്കെ അവനവൻ്റെ മാന്യതയ്ക്കനുസരിച്ചും കാര്യങ്ങൾക്കും അനുസരിച്ചൊക്കെ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. അത് എന്നൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് വിജയാശംസകൾ ഞാൻ നേരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ UDF-ലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഒരു കാലതാമസം വന്നത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തെ ബാധിക്കുന്നുണ്ടോ? പ്രചാരണത്തിൻ്റെ സമയത്തെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല, അത് ശരിയാണ്. പക്ഷേ ഒരു വലിയ ഭരണമാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം വന്നപ്പോൾ തന്നെ ജയിച്ച ആളുടെ വീട്ടിലോട്ട് ബോംബെറിയുക, റോട്ടിൽ കത്തിയായിട്ട് ഇറങ്ങുക എന്നൊക്കെ പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ 10 വർഷം എത്ര അച്ചടക്കമായിട്ടാണ് പ്രതിപക്ഷത്തിരുന്നത്. 10 വർഷം ഇതിൽ കേന്ദ്രവും കേരളവും ഇല്ലാതെ ഒരു പാർട്ടി നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ, അതിൽ ഇത്രയും ശക്തിയുക്തം ജനമനസ്സുകളിൽ നിലനിൽക്കുക എന്ന് തന്നെ പറയുന്നത് അതിൻ്റെ ഒരു സംഘടനാശേഷിയെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കൊക്കെ എനിക്ക് ഉറപ്പാണ് ഭരണം കിട്ടിയ ശേഷം ഒരു 10 കൊല്ലം ഇല്ലാതായിരുന്നു നിഷ്പ്രഭമായി പോകും. അവിടെ ആളുണ്ടാവില്ല, പിന്നെ ഒരു മനുഷ്യൻ ആ പ്രദേശത്ത് പോലും ഉണ്ടാവില്ല, അത്രയും കാലം ഇല്ലാതിരുന്നത്. ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തമ്മിലടി എന്ന് പറഞ്ഞൊരു പ്രചാരണം ഇടതുപക്ഷത്ത് തന്നെ സജീവമായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? അത് ജനാധിപത്യപരമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് താഴെയുള്ളവരെല്ലാം അനുസരിക്കണം. കേഡർ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വഭാവം ഒരു മിലിറ്റന്റ് സിസ്റ്റമാണ്. മോളിൽ നിന്ന് പറയും താഴോട്ട് കേൾക്കണം എന്നുള്ള അവസ്ഥയ്ക്കാണ് നമ്മുടെ കേഡർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ അല്ല. ഏറ്റവും ചെറിയ ആളുകൾക്കും വോയിസ് ഉണ്ട്. അവർക്കും ഏറ്റവും വലിയ നേതാവിനെ വിമർശിക്കാം. ഏത് നേതാവ് ഏത് പ്രശ്നത്തിൽപ്പെട്ടാലും പാർട്ടിക്കകത്തു നിന്നായിരിക്കും അയാൾക്കെതിരെയുള്ള ഫസ്റ്റ് വിമർശനം ഉണ്ടാകുന്നത്. അങ്ങനെ പാർട്ടിക്കകത്ത് നിന്ന് ഒരാൾ വിമർശിച്ചാൽ ഉടനെ തന്നെ അയാളെ വർഗവഞ്ചനകനായി ചാപ്പ കുത്തുകയും അയാളെ ഒറ്റപ്പെടുത്തുകയും ഒന്നും ചെയ്യുന്നത് നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള കാര്യമല്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങൾ അനുസരിക്കുന്നതും ഞാനും നിങ്ങളും കൂടെ എതിരഭിപ്രായങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കുന്നതിനും സമയം ആവശ്യമായിട്ട് വരും. ആ സമയമാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പരിഹരിക്കപ്പെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അമ്മയിൽ നിന്ന് കൂടുതൽ താരങ്ങൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ താരങ്ങളൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണോ? അത് അവരുടെ ജോലിയാണ്. താരം എന്ന് പറയേണ്ട അവർ അഭിനേതാക്കളാണ്. അവരെല്ലാം ഇറങ്ങി അവർ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരെന്തുമാത്രം പൊട്ടൻഷ്യൽ ഉള്ളതാണെന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഇവിടെ നിന്ന് ഓരോ MLA-മാരും എല്ലാം മറ്റു ജോലികൾ ചെയ്തിട്ടുള്ളവരാണ്, ചെയ്യുന്നവരാണ്, അല്ലേ? ഇത് ഒരു തൊഴിലായിട്ടാണ് എല്ലാവരും എടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവരിറങ്ങട്ടെ, പ്രവർത്തിക്കട്ടെ, അപ്പോഴായിരിക്കും അറിയുന്നത്. ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇതിനൊക്കെയുള്ള അവകാശങ്ങളുണ്ടല്ലോ. ഏത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കും നിൽക്കാൻ പറ്റും, ഇലക്ഷന് നിൽക്കാം, പ്രവർത്തിക്കാം.
അപ്പോൾ അവരൊക്കെ വരട്ടെ. അതിലൊക്കെ നമ്മളങ്ങനെ സങ്കുചിതമായിട്ട് അയാൾ ഇതിൽ പ്രവർത്തിക്കാൻ പാടില്ല, ഇയാൾ ഇതിൽ പ്രവർത്തിക്കണം, അയാൾക്ക് വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ സങ്കുചിതമായി ചിന്തിക്കേണ്ട ആവശ്യകതകളില്ല. ഇത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. എല്ലാവരും ഇറങ്ങട്ടെ. ഇത് നല്ല കാര്യമല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ.